ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഹാൻഡിലൊക്കെ നല്ല രീതിയിൽ ബലം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് വണ്ടി ശരിക്കും പറഞ്ഞാൽ റോട്ടിൽ കൂടെ ഒരുവിധം ഗട്ടറുള്ള വഴിക്കൊക്കെ ഓടുമ്പോൾ ഹാൻഡിലുമ്പോൾ ഒരുപാട് ബലം തോന്നുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ആക്സിലേറ്റർ കേബിൾ നമുക്കൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സർവീസിന് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. ക്യാമ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, കുഴപ്പമില്ല, നല്ല ഓയിലാണ്. എയർ ഫിൽറ്റർ പ്ലഗ് മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തേക്കൂടെ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളും ആയുണ്ട്. അപ്പോൾ കൂട്ടത്തേക്കൂടെ അത് മാറ്റി പോകണമായിരിക്കും ബെറ്റർ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ പ്രോബ്ലം ഒന്നുമില്ല. ഇത് വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് അടങ്ങിയൊരു യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ ആയാലും തേമാന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിലവിൽ കംപ്ലീറ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനൊന്നുമില്ല. ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ട് കാണിക്കണേ. ബാക്കിൽ വന്ന CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് പറയാവുന്ന ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണത്. അതിൻ്റെ പെർഫോമൻസും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ക്ലച്ച് ഔട്ടറിനകത്ത് അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലച്ച് ഷൂ വരഞ്ഞേക്കണേൻ്റെയും ബെൽറ്റ് വരഞ്ഞേക്കണേൻ്റെയൊക്കെ പൊടി കാര്യങ്ങളൊക്കെ ക്ലച്ച് ഷൂലുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ പോർഷനിലൊക്കെ അത്യാവശ്യം പൊട്ടൽ വീണിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാതിരിക്കണമായിരിക്കും നല്ലത്. ഒരു പക്ഷേ അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിടന്ന് ഓടിയെന്ന് വരില്ല. കാരണം ചില ഭാഗങ്ങളിൽ കാണുന്ന പൊട്ടിച്ചിരി ഡീപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത ബെൽറ്റിൻ്റെ റബ്ബർ ബെൽറ്റുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത ഒരു ഘട്ടങ്ങൾ പൊളിഞ്ഞു പോന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ബാക്കിയത്തെ അടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൈയോടെ മാറ്റി വിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഇവിടെ ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൗണ്ട് റബ്ബറിൻ്റെ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാൽ നന്നായിരിക്കും. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിൾ ടൈറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്കത് മാറ്റിവിടാം. പിന്നെ ഫ്രണ്ട് നമുക്ക് ഹാൻഡിലിൻ്റെ ഭാഗത്ത് ഹാൻഡിൽ ബെയറിങ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ഹാൻഡിൽ ബെയറിങ്ങിനോ ടൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ ടൈറ്റ് ഫീൽ ചെയ്യണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലത്തെ ഈ ടയറിൻ്റെ ആണ് കേട്ടോ. കാരണം ടയർ റോഡുമായിട്ടുള്ള ആ ഗ്രിപ്പിങ് ആ പൊസിഷൻ സേഫ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയാണ് ആ ചെറിയൊരു സൈഡ് വലിവ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. റൈറ്റ് സൈഡിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിച്ചിലുണ്ട് വണ്ടി. അപ്പോൾ ആ ടയർ മാറ്റിയിട്ടാലാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. ഫ്രണ്ടിലെ ലിങ്ക് ബുഷ് നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് നോക്കുമ്പോൾ അത്യാവശ്യം പ്ലേ ഉണ്ട് ഇതിനകത്ത്. ഈ ഷെയ്ക്ക് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ അങ്ങോട്ടേക്ക് പോകുന്തോറും പെട്ടെന്ന് കംപ്ലയിൻറ്റ് ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ കൈയോടെ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. കുഷ്യൻ അസംബ്ലിയുടെ ബുഷിന് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബ്രേക്ക് ലൈനർ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നും കാണിക്കില്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതൊന്നും ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണേ. പുതിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ ബാറ്ററി വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.95 വരെ ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോഴും വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കാണിക്കില്ല, ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം പുതിയതാണ് എങ്കിൽ പോലും നമുക്ക് സർവീസിനകത്ത് അത് ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റുന്ന കേസ്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തേക്കൂടെ മാറ്റി വിടുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് എയർ ഫിൽറ്റർ മാറ്റുന്ന കേസ് നമ്മൾ സൂചിപ്പിച്ചേട്ടോ. പിന്നെ അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും ഇവിടെ ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും സ്പോഞ്ച് മോഡലാണ്, ഫോം ടൈപ്പാണ്. അപ്പോൾ അത് മാറ്റേണ്ട ടൈമാണ്. അത് വലിയ കോസ്റ്റ്ലി ഒന്നുമില്ല, ഏകദേശം ഒരു 50 താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് വേണുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും വർക്കുകളാണ് നമുക്ക് ഈ വണ്ടിക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. എല്ലാം ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമാണ്. പിന്നെ അതിനകത്ത് നമുക്ക് ആക്സിലേറ്റർ കേബിൾ മാത്രമാണ് നമുക്ക് അതിന് അഡീഷണലായിട്ട് പുറമെ വന്ന വർക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. വണ്ടി എന്തെങ്കിലും വൈകിട്ടത്തേക്കാണ് ആവുള്ളൂ. വൈകിട്ട് തീരെ മെച്ചൊരു ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഡെലിവറി ടൈമും കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ചെയ്ത് തരാം. ഓക്കെ.